بسم الله الرحمن الرحيم السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പരമകാരുണികനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരാവേശകരമായ പ്രസംഗമോ പ്രഭാഷണമോ അല്ല യഥാർത്ഥത്തിൽ വിജ്ഞാനവേദി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളെ ഗൗരവപൂർവം മനസ്സിലാക്കുവാനുള്ള വിജ്ഞാനവേളകളാണ് ഈ കുടുംബ വിജ്ഞാനവേദി. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ അദൃശ്യനായ, നമ്മളാരും കണ്ടിട്ടില്ലാത്ത, നാം കാണണമെന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും അരിയ ആഗ്രഹമായി ഒരു വിശ്വാസി പ്രതീക്ഷിക്കുന്ന നമ്മുടെ സൃഷ്ടികർത്താവും അളവറ്റ ദയാപരനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവരുമായ, നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും അധികം പരിഗണിക്കുന്ന, ഏതു സമയത്തും നമ്മുടെ കൂടെയുള്ള പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതിൻ്റെ ചില പ്രാഥമികമായ വശങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടതെല്ലാം സമ്പൂർണമായി ലഭിക്കുന്നത് അവനിൽ നിന്നാണ്. ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായി എന്തു വേണോ അതവനാണ് തരിക. അവനെ നമുക്ക് അറിയാതിരിക്കാൻ പറ്റൂ. അവനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തി പകരുന്ന, നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന, നമുക്ക് പ്രതീക്ഷകൾ നമ്മുടെ ഹൃദയങ്ങളിൽ വർദ്ധിക്കുന്ന ഏറ്റവും വിശാലമായ ഒരു അറിവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചും കർമ്മപരമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവും പ്രവർത്തനങ്ങളുമാണല്ലോ ഒരാളെ വിശ്വാസിയാക്കി മാറ്റുന്നത്. അങ്ങനെ അറിയേണ്ട
വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത്തത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ആ അറിവിൽ പറ്റുന്ന ഏതു തകരാറും ഗുരുതരമായ പ്രത്യാഘാതം ഇഹലോകത്തും പരലോകത്തും നമുക്കുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നിടത്ത് പിഴവ് പറ്റിയാൽ വിശ്വാസ വ്യതിയാനമാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, നരകം ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന, സ്വർഗം നിഷിദ്ധമെന്ന് അള്ളാഹു പറഞ്ഞത് ആർക്കാണ് സഹോദരങ്ങളെ? അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട വിശ്വാസങ്ങളിൽ തകരാറ് വന്ന് ശിർക്ക് സംഭവിക്കുന്നവർക്ക് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ആർക്കെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അയാൾക്ക് ഹറാമാക്കി പടച്ചോന്ന്. എന്ത് ചെയ്താലും കിട്ടൂല, എന്ത് പ്രവർത്തിച്ചാലും കിട്ടൂല. വിശ്വാസത്തിൽ വരുന്ന തകരാറും അപകടവും എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതിൻ്റെ നമ്മുടെ ജീവഗന്ധിയായ അനുഭവങ്ങളിൽ നിന്നാണ് ഈ വിഷയത്തിൻ്റെ തുടക്കം. യഥാർത്ഥത്തിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അനുഭവത്തിൽ വന്ന ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചൊരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. അവളോട് അന്നു പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ ഈ അറിവിൻ്റെ പ്രസക്തി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അവൾ വാശി പിടിച്ചിരിക്കുകയാണ്. ഏകമകളായ അവളെ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് ഭക്ഷണം തന്ന, നിന്നെ ഈ 10-22 വയസ്സുവരെ പോറ്റി വളർത്തിക്കൊണ്ടുവന്ന, നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ തങ്ങളുടെ പ്രയാസങ്ങളായി ഏറ്റെടുത്ത, നിന്റെ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളെ സ്വന്തം ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളായി ഏറ്റെടുത്ത, ഗർഭം ചുമന്ന് അതിൻ്റെ വേദനകളും അതിൻ്റെ പ്രയാസങ്ങളും അനുഭവിച്ച മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കുന്നത് നീ എവിടെയോ വെച്ച് അവിഹിതമായി പരിചയപ്പെട്ട ഇയാൾക്കു വേണ്ടിയാണോ? എങ്കിലത് ഗുരുതരമായ തെറ്റാണ്. നിന്നെ സഹായിക്കാൻ, നിന്റെ മുന്നോട്ടു പോക്കിനെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. കാരണം ഒരു പരിചയവുമില്ലാത്ത ഒരു അന്യ ചെറുപ്പക്കാരനേക്കാളും നിനക്ക് ബാധ്യത നിന്റെ മാതാപിതാക്കളോടാണ്. എന്നാൽ നിന്നെ സഹായിക്കുന്ന ഒരു ഘട്ടമുണ്ട്. എപ്പോൾ? സ്വന്തം മാതാവിനേക്കാൾ, സ്വന്തം പിതാവിനേക്കാൾ എത്രയോ 100 കണക്കിന് ഇരട്ടി നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെല്ലാവരും ആരാധിക്കേണ്ട, പ്രാർത്ഥനയർപ്പിക്കേണ്ട, ഒരിക്കലും മരണമില്ലാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെ ഉടമസ്ഥനായ, അളവറ്റ ദയാപരനായ, പരമകാരുണികനായ ഒരു നാഥനെ സ്വീകരിക്കാനാണ് നിന്റെ ഈ പുതിയ മാറ്റവും മാതാപിതാക്കളിൽ നിന്നുള്ള അകൽച്ചയുമെങ്കിൽ അത് ന്യായീകരിക്കാനാവും. ആ ഒരു സൃഷ്ടാവിനെ സ്വീകരിക്കാനല്ല, എന്നോ കോളേജിലോ ക്യാമ്പസിലോ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സ്വീകരിക്കാനാണെങ്കിൽ അയാളെക്കാളും നിനക്കു നല്ലത് നിന്നെ സ്നേഹിച്ചു താലോലിച്ചു വളർത്തിയ നിന്റെ മാതാപിതാക്കളാണ് എന്നാണ്. സഹോദരങ്ങളെ, ഞാനിതിവിടെ പറയാൻ കാരണം, സ്നേഹമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലുത്. അത് എവിടുന്നാ കിട്ടുക? ഏറ്റവും അധികം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നവൻ ആരാണ്? ഉറക്കത്തിലും ഉണർച്ചയിലും ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് മരണത്തിൽ, മരണാനന്തരത്തിൽ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവൻ ആരാണ്? ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൻ ലിമാ യുരീദ്. ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്. അല്ലാഹുവിൻ്റെ കഴിവിനെ കുറിച്ചാണ് ആ പറയുന്നത്.
അവനാണ് ആദ്യമായി ഉണ്ടാക്കിയവൻ. രണ്ടാമത് മനുഷ്യനെ പുനഃസൃഷ്ടി നടത്തുന്നവനും അവനാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുവാനും അവസാനം മണ്ണിന്റെ ഭാഗമായി തീർന്ന ശേഷം ആ മണ്ണിൽ മറഞ്ഞ ശരീരത്തെ രണ്ടാമത് കൊണ്ടുവരുവാനും കഴിവുള്ളവനാണവൻ. ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ്. അവനെല്ലാം പുറത്തു കൊടുക്കുന്നവനാണ്, അവൻ അങ്ങേ അറ്റം സ്നേഹമുള്ളവനാണ്. അൽ വദൂദ്, ഏറ്റവും അധികം സ്നേഹമുള്ളവൻ. വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാവരെക്കാളും സ്നേഹമുള്ളവൻ. ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ്. അപ്പൊ ഏറ്റവും സ്നേഹമുള്ളവൻ അല്ലാഹുവാണ് സഹോദരങ്ങളെ. സ്നേഹക്കുറവിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ അത് ചെറുതായി കാണണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് അറിയുന്നവരും അറിയാത്തവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നലെ പോലും ഞാൻ സംസാരിച്ച ഒരു പെൺകുട്ടി, അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഉമ്മ മര്യാദക്ക് എന്നോട് പെരുമാറുന്നില്ല, ഉമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഒരു കുട്ടിക്ക് മാതാവും പിതാവും. ആ വാപ്പയും ഉമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു കുട്ടിക്ക് തോന്നിയാൽ ആ കുട്ടിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. അതിനേക്കാളും വലിയ പ്രതിസന്ധി ഒരു കുട്ടിക്ക് വരാനില്ല. സഹോദരങ്ങളെ, എവിടെ സ്നേഹം നഷ്ടപ്പെടുമ്പോഴും ആ ഏറ്റവും വലിയ സ്നേഹം നമുക്ക് തരുന്ന ആ സ്നേഹത്തിൻ്റെ വഴികളായി മാത്രം തീരുന്ന മാതാപിതാക്കളെക്കാളും രക്ഷിതാക്കളെക്കാളും നമ്മളെ പടച്ചോൻ സ്നേഹിക്കുന്നു എന്നുള്ള അറിവ് ആർക്കാണ് ആശ്വാസം നൽകാത്തത്? ഒരിക്കലും തന്നെ ഉപേക്ഷിക്കില്ലെന്ന് വിചാരിച്ച ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് വിഷം വാങ്ങിക്കഴിച്ചൊരു കുട്ടിയെ 2 ദിവസം മുമ്പ് ഞാൻ പരിചയം. എനിക്ക് ആരാന്നാണ്, എന്നെ സ്നേഹിക്കാൻ ആരാന്നാണ് അവളുടെ ചോദ്യം. ഇനി ഞാൻ ജീവിതകാലം മുഴുവൻ വിധവയാണ്, എന്നെ ആര് സംരക്ഷിക്കുന്ന? സഹോദരങ്ങളെ, എവിടെയും പടച്ചോന്റെ സ്നേഹം, ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് നമുക്ക് കിട്ടുക പടച്ചോന്റെ അടുത്താണ്. അതിൻ്റെ പരമാവധി അളവിൽ ഓണ്ടാ പറഞ്ഞത് സ്നേഹം അത് തരുന്നവൻ പടച്ചോനാണ്. അതുമാത്രമല്ല സഹോദരങ്ങളെ, ആർക്കും നമ്മളെ നോക്കാൻ നേരം? ഏതു നിമിഷങ്ങളിലും നമ്മളെ കാര്യം നോക്കി നടക്കുന്ന ഒരാളാരാ? വീട്ടിലുണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഭാര്യ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കാം. അപൂർവമായി മക്കൾക്ക് സ്നേഹം തോന്നുമ്പോൾ അവർ നമ്മളെ പരിഗണിച്ചേക്കാം. എന്നാൽ വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങളെവിടെയായിരുന്നാലും നിങ്ങളെ സംരക്ഷിച്ചും നിങ്ങളെ നിരീക്ഷിച്ചും നിങ്ങളുടെ കൂടെയുള്ളവനാകുന്നു അവൻ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത്, നാഥാ, നീ ഇടപെടാത്ത, നിന്റെ ഇടപെടലുകളില്ലാത്ത, നിന്റെ സംരക്ഷണമില്ലാത്ത, നിന്റെ കാവലില്ലാത്ത ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ വന്നാൽ ആ നിമിഷത്തിന്റെ ചെറിയ സമയത്ത് പോലും എൻ്റെ കാര്യം നോക്കി നടത്താൻ, എൻ്റെ സംരക്ഷണം സ്വയമേറ്റെടുക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് എൻ്റെ രക്ഷിതാവേ, ലാ തകിൽനീ അലാ നഫ്സി ത്വറഫത ഐനിൻ, കണ്ണിമ വെട്ടുന്ന ഒരു സമയം പോലും എൻ്റെ കാര്യങ്ങളെ നീ എന്നെ ഏൽപ്പിക്കാതിരിക്കണേ. സഹോദരങ്ങളെ, എന്നും നമ്മെ പരിഗണിച്ച് എപ്പോഴും നമ്മുടെ കൂടെയുള്ളവൻ, നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളവൻ. ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. ജീവിതത്തിൽ ആവശ്യമുള്ള ഓരോന്നും വേർതിരിച്ചെടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ആയത്തും ഹദീസും നോക്കിയാൽ മതി. വേറെ നോക്കും നിങ്ങൾ നിർഭയത്വം. ആർക്കാ വേണ്ടാത്ത സഹോദരങ്ങളെ? ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് നിർഭയത്വം വേണ്ടേ? രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് നിർഭയത്വം വേണ്ടേ? സഹോദരങ്ങളെ, തീ കത്തിക്കുമ്പോൾ നമുക്ക് നിർഭയത്വം വേണ്ടേ? എവിടെയാണ് നിർഭയത്വം വേണ്ടാത്തൊരു സന്ദർഭം നോക്കൂ നിങ്ങൾ. ഒരു ഒതുക്കിറങ്ങുമ്പോൾ ഒരു കാല് തെറ്റിയിട്ടാണ് ഒരാൾ വീണ് മരിക്കുന്നത്. എവിടെയാണ് നിർഭയത്വം വേണ്ടാത്തത്? എവിടെയാണ്? ഒരു നിമിഷം മനസ്സിന്റെ ശ്രദ്ധ തെറ്റിയപ്പോൾ ബ്രേക്കിൽ ചവിട്ടേണ്ട കാല് ആക്സിലേറ്ററിലേക്ക് മാറിയപ്പോഴാണ് ഒരു കുടുംബത്തിന്റെ അവസാനം ഉണ്ടായത്. എവിടെ നിർഭയത്വം? ആർക്ക് തരാൻ പറ്റും സഹോദരങ്ങളെ? ആർക്ക് തരാൻ പറ്റും ആ നിർഭയത്വം? അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അൽ മുഅ്മിൻ, നിർഭയത്വം നൽകുന്നവനാണവൻ. വഹുവ യുജീറു വലാ യുജാറു അലൈഹി, വഹുവ യുജീറു, അവൻ അഭയം നൽകുന്നവനാണവൻ. അവനെതിരായി കൊണ്ടാരും അഭയം നൽകുകയില്ല. അവനു മാത്രമേ സംരക്ഷണം തരാൻ പറ്റൂ, അവനു മാത്രമേ അഭയം തരാൻ പറ്റൂ. ഞാനും നിങ്ങളും ആ വാക്കെന്നും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്.
ലാ മൽജ, എനിക്ക് അഭയം തേടി വരാൻ ഒരു സ്ഥാനമില്ല എനിക്ക്, വലാ മഞ്ച, എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചു വരാനും എനിക്കൊരിടവുമില്ല, മിൻകയില്ല ഇലൈക്ക്, നിന്നിൽ നിന്നല്ലാതെ, നിന്നിലേക്കല്ലാതെ. നിർഭയത്വം തരുന്നവൻ അവനാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളോട് മുഅബ്ബിദാത്ത് ഓതാൻ പറഞ്ഞു. എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ ഓതിക്കോളി. ജീവിതത്തിന്റെ സർവ്വ സമയത്തും കാവൽ തരേണ്ടവന്റെ കാവൽ ചോദിച്ചോളൂ. ഏതാണ് ആ സൂറത്ത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാതാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഒരു പേടിയും പേടിക്കേണ്ടെന്ന്. എന്തൊക്കെ പേടിണ്ടോ ആ പേടിക്കൊക്കെയുള്ള രക്ഷാവചനങ്ങൾ ആ സൂറത്ത് ഉൾക്കൊള്ളുന്നു. രാത്രിയുടെ കെടുതിയായിരുന്നാലും ഏത് വസ്തുക്കളും നമുക്ക് വരുന്ന ഉപദ്രവങ്ങളായിരുന്നാലും എല്ലാത്തിൻ്റെയും കാവൽ തരാൻ നിർഭയത്വം നൽകുന്നവൻ. സഹോദരങ്ങളെ, നമുക്ക് നിർഭയത്വം നമ്മുടെ കുട്ടികളാണെന്ന് വിചാരിച്ചവർക്ക് തെറ്റി. നമുക്ക് നിർഭയത്വം നമ്മുടെ വീടിന്റെ മതിലുകളാണെന്ന് വിചാരിച്ചവർക്ക് തെറ്റി. നമ്മുടെ നിർഭയത്വം ബാങ്കിന്റെ അക്കൗണ്ടിലുള്ള കോടികളാണെന്ന് വിചാരിച്ചവർക്ക് തെറ്റി. നിർഭയത്വം തരാൻ ആർക്കേ പറ്റുള്ളൂ? പടച്ചവൻ. അവനെതിരായിട്ട് ആരെങ്കിലും വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു മൻ യശാഉ മിൻ ഇബാദിഹി. ഒട്ടേറെ സഹാബിമാർ സംരക്ഷിക്കാനുണ്ട് കൂടെ, സ്വന്തം ജീവനേക്കാളും സ്നേഹിക്കുന്ന അനുചരന്മാരുണ്ട് കൂടെ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുന്നു, വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. മുഹമ്മദ് നബിയെ, നിനക്കൊരു ബുദ്ധിമുട്ടിനെ വരുത്താൻ അല്ലാഹു തീരുമാനിച്ചാൽ, നിനക്കൊരു വിഷമം വരുത്താൻ അല്ലാഹു തീരുമാനിച്ചാൽ, ഫലാ കാശിഫ, അവനല്ലാതെ അതിനെ നീക്കി തരുന്നവനില്ല. വഇൻ യുരിദ്ക ബിഖൈരിൻ, ഒരു നന്മ നിനക്ക് വരുത്താൻ അല്ലാഹു തീരുമാനിച്ചാൽ, ഫലാ റാദ്ദ ലിഫദ്ലിഹി, ആ നന്മയെ, ഔദാര്യത്തെ തടുക്കാൻ ഒരാളുമില്ല. യുസീബു മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് അവൻ ഉദ്ദേശിച്ചത് അവൻ ബാധിപ്പിക്കും. അപ്പൊ സഹോദരങ്ങളെ, ആരാ നിർഭയത്വം? ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ എന്തുണ്ടോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ തരുന്നോ പടച്ചോനാണ്. അതൊക്കെ തരുന്ന പടച്ചോനെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ അവസ്ഥ എന്തേക്കാരെന്ന് ആലോചിച്ചു. നിങ്ങൾ അതൊന്നും ഇല്ലാന്നാ വിചാരിക്കുക, അതൊന്നും എനിക്ക് കിട്ടൂലെന്നാ വിചാരിക്കുക. അയാളുടെ ഭയവും ആശങ്കകളും പ്രയാസങ്ങളും ഈ ഭൂമിയിൽ എത്രയായിരിക്കും? എനിക്കിവിടെ നിർഭയത്വമില്ല എന്നൊരാൾ വിചാരിച്ചാൽ, എനിക്കിവിടെ സ്നേഹം ലഭിക്കുന്നില്ല എന്നൊരാൾ വിചാരിച്ചാൽ, എന്നെ സംരക്ഷിക്കാൻ എൻ്റെ കൂടെ ആരുമില്ല എന്ന് വിചാരിച്ചാൽ, അതാണ് സഹോദരങ്ങളെ അള്ളാഹിനെ അറിയാന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ അറിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിതം പ്രയാസമാണെന്നാണ്. സമാധാനത്തോടെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഉപജീവനം. ഞാൻ തുടക്കത്തിൽ ഓതിയ നമ്മക്ക് മാത്രമല്ല സഹോദരങ്ങൾ, എപ്പോഴെങ്കിലുമൊക്കെ പട്ടിണി കിടക്കുമെന്നോ കടം വരുമെന്നോ വീട് വിൽക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ആയത്തൊന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. ഇന്ത്യങ്ങളെയും ഭക്ഷണം മാത്രമല്ല പടച്ചോനെ ഏറ്റെടുത്തു. കരയിലുള്ളതിനേക്കാളും ജീവജാലങ്ങളുണ്ട് കടലിൽ. അവക്കൊന്നും ഒരു നേരവും പട്ടിണി കിടക്കാതെ ഭക്ഷണം എത്തിക്കുന്നത് ആരാ സഹോദരങ്ങളെ? ഘോരവനങ്ങളിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ ആരാണ്? പടച്ചോൻ നമ്മോട് പറയാണ്, ഖുർആന്റെ പറയണത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. വമാ മിൻ ദാബത്തിൻ, ഭൂമിയിൽ ഒരു ജീവിവർഗവുമില്ല, ജന്തുവർഗവുമില്ല. ഇഴഞ്ഞു നീങ്ങുന്ന എല്ലാ ജീവജാലങ്ങൾക്കും, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അവർക്ക് ഉപജീവനം ഭക്ഷണം നൽകേണ്ട ബാധ്യത അള്ളാഹുവിന്റെ ബാധ്യതയായി അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, അവയുടെ താവളങ്ങളെ, സങ്കേതങ്ങളെ അള്ളാഹു അറിയുന്നു. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ രേഖകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാകുന്നു. നമ്മൾ മനസ്സിലാക്കണം സഹോദരൻ. പിന്നെ നമ്മളെ കാര്യം ഏത്? ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും റിസ്ക് കൊടുക്കാൻ അള്ളാഹു ഏറ്റിക്കണമെങ്കിൽ ഞാനും നിങ്ങളെ ഇന്ന് ഒഴിവാകൂ. അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും പരമാവധിയാണ്. അതൊന്നും മനസ്സിന് ബോധമുള്ളവൻ പട്ടിണിയെക്കുറിച്ച് ആശങ്കപ്പെടൂല സഹോദരങ്ങളെ. എല്ലാം ഇനി രോഗങ്ങളോ തെറ്റായ വിശ്വാസമാണ് സഹോദരങ്ങൾ. രോഗങ്ങളെ ശിഫപ്പെടുത്താൻ, രോഗങ്ങൾക്ക് ശമനം തരാൻ പടച്ചോൻ വിചാരിക്കണം, അപ്പോഴേ നടക്കുള്ളൂ.
മരുന്നുകൾ നിമിത്തങ്ങൾ മാത്രമാണ് സഹോദരൻ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം ബാധിച്ചാൽ എന്നെ സുഖപ്പെടുത്തുന്നവർ അവനാണ്. അതാണ് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നാം എടുത്തു പറഞ്ഞത്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ്, ഈ രോഗത്തെ നീ നീക്കിക്കൊടുക്കണം, ഈ ബുദ്ധിമുട്ടിനെ നീ ഒഴിവാക്കി കൊടുക്കണം. ഇശ്ഫി, സുഖപ്പെടുത്തണേ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, അടിവരയിട്ട് കേട്ടോ. ലാ ശിഫാഅ, ശമനമില്ല. ഇല്ലാ ശിഫാഉക, നീ സുഖപ്പെടുത്താൻ വിചാരിക്കാത്ത രോഗം മാറിപ്പോകയില്ല. നീ ശിഫ നൽകാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഈ രോഗിക്ക് രോഗം സുഖപ്പെടുകയില്ല. ശിഫാഅൻ, നീ കൊടുക്കുന്ന ശമനം, നീ മാറ്റുന്ന രോഗം മറ്റൊരു രോഗമായി പരിണമിക്കയില്ല, മറ്റൊരു വേദനയായി തീരയില്ല. ചെറിയൊരു രോഗം മാറ്റുമ്പോൾ വലിയൊരു രോഗമായി അത് വരികയില്ല. ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ, വേദനകളെയോ രോഗങ്ങളായോ അത് പരിണമിക്കാത്ത ശമനം നൽകാൻ നിനക്കേ പറ്റൂ. അതുകൊണ്ട് നീ സുഖപ്പെടുത്തി കൊടുക്കണം നാഥാ. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. അതുകൊണ്ട് സഹോദര, രോഗത്തിന്റെ ലാഞ്ചന അനുഭവപ്പെടുമ്പോൾ മനസ്സിൽ ഏറ്റവും വലിയ ശാഫിയെ നമുക്ക് ഓർമ്മ വരണം. ഏറ്റവും വലിയ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവൻ നമ്മുടെ മനസ്സിലേക്ക് വരണം. മരുന്നിനേക്കാൾ അപ്പുറം, വിദഗ്ധനായ ഡോക്ടറെക്കാൾ അപ്പുറം രോഗങ്ങൾക്ക് ശമനം നൽകുന്ന, ശാന്തി നൽകുന്ന നാഥനെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. പിന്നെ പേടിയുണ്ടോ സഹോദരങ്ങളെ? എന്തിപ്പോ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ അനിവാര്യമായി എന്തൊക്കെ വേണോ നമുക്ക് ജീവിക്കണമെങ്കിൽ അതൊക്കെ പടച്ചോനെടുത്താണ്. ആ പടച്ചോൻ അതൊക്കെ തരുന്നവനാണെന്ന് അറിയുമ്പോൾ പിന്നെന്താ ബേജാറ് ദുനിയാവിൽ? പിന്നെന്തെങ്കിലും ബേജാറുണ്ടോ സഹോദരങ്ങളെ? എല്ലാം. ഇനിയോ മരണമല്ലേ നമ്മുടെ പ്രശ്നം? ആരാ മരണം? ആരാ സഹോദരങ്ങളെ മരണത്തിന്റെ ഉടമസ്ഥൻ? ആരാ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ. വല്ലദീ ഹുവ യുമീതുനീ തുമ്മ യുഹീൻ, അവനാണ് എന്നെ മരിപ്പിക്കുന്നത്, അവനാണ് എന്നെ ജീവിപ്പിക്കുന്നത്, അവനാണ് എന്നെ മരിപ്പിക്കുന്നത്, അവനാണ് എന്നെ ജീവിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മരണത്തിന്റെ നിയന്ത്രണം പടച്ചോന്റെ അടുത്താണ്. അതിന്റെ സമയം ഓനാ തീരുമാനിക്കുക. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്കകൾ നമ്മൾ പറയേണ്ടത് ആരോടാണ്? അതിന്റെ നിയന്ത്രണത്തിന്റെ സമ്പൂർണ്ണ ചുമതലയുള്ള പടച്ചോനോട്. വേറെ ആർക്കും അതിൽ ഇടപെടാൻ പറ്റില്ല. ഒരാൾക്കും അതിൽ ഇടപെടാൻ പറ്റില്ല സഹോദരൻ, ഒരാൾക്കും, ആർക്കും പറ്റില്ല. എല്ലാ ആശങ്കകൾക്കും പരിഹാരം ആരാണ്? അള്ളാഹു ആണ്. അറിയേണ്ട മഹാരി അറിഞ്ഞാൽ അത്രയുള്ളൂ സഹോദരൻ. ഇനി എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളെ മനസ്സിൽ നമുക്ക് ഓർമ്മയുണ്ട്. എന്ത് പ്രയാസം വന്നാലും നമുക്ക് സമാധാനിക്കാം. മരിക്കോണം സഹിച്ചാൽ പോരെ അല്ലേ? ഷുഗർ വന്ന് കാലിൻ്റെ വിരൽ പഴുത്ത് കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാലും അവസാനമെങ്കിലും മനസ്സിലൊരു സമാധാനം. കാല് മുറിച്ചാലും ആ കാലിൻ്റെ പ്രയോജനം മരണം വരെയല്ലേ. പിന്നെ അടുത്ത ജീവിതത്തിൽ എല്ലാം എനിക്ക് തിരിച്ചു കിട്ടുമല്ലോ എന്ന് സമാശ്വസിക്കാനും സമാധാനിക്കാനും പറ്റുന്ന സഹോദരങ്ങളെ, പരലോകത്തെ കഷ്ടപ്പാടോ അവസാനിക്കൂല. അവിടുത്തെ ഉടമസ്ഥൻ ആരാ? അവിടുത്തെ ഉടമസ്ഥൻ ആരാണ്? ഒരാൾക്കും ഇടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഒരാൾക്കും എന്തെങ്കിലും ഒരു സഹായം നമുക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു കൈകൊണ്ട് നമ്മുടെ വേദനകളെ തടുക്കാൻ ആരെങ്കിലും ഒരാൾക്ക്, ഒരു മുഖത്തെ ഒരു ഭാവം കൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ, ഒരു ഗുണകാംക്ഷയുടെ സഹതാപത്തിന്റെ ഒരു നോട്ടം കൊണ്ട് നമ്മളെ സമാശ്വസിപ്പിക്കാൻ ആർക്കും പറ്റൂല. വമാ അദ്റാക മാ യൗമുദ്ദീൻ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ, ഒരാളും ഒരാൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ദിവസം, ഒരാളെ കൊണ്ട് മറ്റൊരാൾക്കൊരു പ്രയോജനം ലഭിക്കാത്ത ദിവസം. മാലിക്കി യൗമിദ്ദീൻ, മാലിക്കി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ. ആ നാളിൽ അവൻ മാത്രമാണ് യജമാനൻ. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നാർക്കാണ് അധികാരം?
അലാ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹുവിന് മാത്രം. സഹോദരങ്ങളെ, പടച്ചോനെ സ്വീകരിച്ചാൽ മതി, പടച്ചോനെ അറിഞ്ഞാൽ മതി. ജീവിതത്തിൽ പിന്നെ ആശങ്ക ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല, നിരാശ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ പടച്ചവനെ ഉൾക്കൊള്ളുന്നതോടുകൂടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും അറിയും. അതാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി. അള്ളാഹുവിനെ അറിയാന്ന് പറഞ്ഞാൽ അതൊരു വിജ്ഞാനം മാത്രമല്ല സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അനുഭവമാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഏത് ഹെഡിങ് നമ്മൾ വായിച്ചാലും അവിടെ അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ. പടച്ചുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ഏറ്റവും വലിയ സത്യം അൽ ഹഖ്, ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് അള്ളാഹു. അതെങ്ങനെ സഹോദരങ്ങളെ? ജീവിതത്തിൽ നാം കണ്ട സത്യങ്ങളിലേറെ നാം വിശ്വസിക്കുന്നു ആ സത്യത്തെ. ഞാനുണ്ടെന്നുള്ള എൻ്റെ അസ്തിത്വം പോലും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവാണ് സഹോദരങ്ങൾ. ഞാൻ ഉണ്ട് എന്നുള്ളതല്ല എൻ്റെ ഏറ്റവും വലിയ അനുഭവം. ഞാൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം. ആ അനുഭവം തന്നെ അള്ളാഹു ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. പടച്ചുണ്ട് എന്ന് പറയാൻ ഈ ഒറ്റ ആയത്ത് മതി. എന്താ പടച്ചോൻ ചോദിക്കണത്? അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഒന്നുമില്ലാതെ പടക്കപ്പെട്ടവരാണോ അവർ? അംഹുമുൽ ഖാലിഖൂൻ, അതോ അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? പടച്ചോൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും തന്നെയാണോ നിങ്ങളെ പടച്ചത്, അതോ നിങ്ങൾ ഒന്നുമില്ലാതെ വെറുതെ ഉണ്ടായോ? രണ്ടിലൊരു ഉത്തരം പറയണം. ഒന്ന് വെറുതെ ഉണ്ടായി എന്ന് പറയാം, ശൂന്യതയിൽ നിന്ന് എങ്ങനെയോ വന്നു ഇവിടെ, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ ഉണ്ടാക്കി. രണ്ടും ആരും പറയില്ലല്ലോ സഹോദരങ്ങളെ. അല്ലാഹുവാണ് ഇതിന്റെ പിന്നിൽ, എല്ലാ സെറ്റപ്പിന് പിന്നിൽ. എത്ര ലളിതമാണ്. മരുഭൂമിയിലെ ചാണകം ഒട്ടകത്തിന്റെ സാന്നിധ്യം അറിയിക്കും. ചാണകം എങ്ങനെ കിടക്കണ കണ്ടാൽ ഒട്ടകം പോയി എന്ന് പറയുമ്പോൾ അത് നിഷേധിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ സഹോദരങ്ങളെ? ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കണ്ണിൽ കാണുന്ന നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം നമ്മോട് പറയണത് പടച്ചോണ്ട് എന്നാണ്. ഒരു ഇല പോലും ഒരു ഇതൾ പോലും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പടച്ചോണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കാതിരിക്കാൻ ആർക്കും പറ്റൂല. പണ്ഡിതന്മാർ ഉദാഹരണം പറയാറുണ്ടെന്നൊരു ഒരു ആയിരക്കണക്കിന് ചിതറിക്കിടക്കുന്ന കല്ലിൻ്റെ ഒരു കൂന. ആ കല്ലുകൾ ഇങ്ങനെ പല ആകാരത്തിലുള്ള കല്ലുകൾ. ആ കല്ലുകൾ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക രൂപം, ഒരു പക്ഷിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപത്തിൽ ഒരു കല്ല്, പൂർണ്ണമായി ആ രൂപത്തിൽ ഒരു കല്ല്. ബാക്കിയുള്ള കല്ലുകളൊക്കെ, ബാക്കി 999 കല്ലും എവിടെയോ മഴ പെയ്തപ്പോൾ വെള്ളം ഒഴുകി വന്നപ്പോൾ ഒഴുകി എന്ന് പറയുന്ന ആള് ഇത് ആരോ കൊത്തി ഉണ്ടാക്കിയതാണെന്ന് തിരിച്ചു പറഞ്ഞു. എന്തേ? അതിലൊരു പ്രത്യേക രൂപവും ഭാവമുണ്ട്. സഹോദരങ്ങൾ, ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിയോ ലക്ഷ്യമോ കാണാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഉണ്ടോ? എന്തെങ്കിലും ഒരു വസ്തു, ഒരു പ്രത്യേക ഉദ്ദേശത്തെ അറിയിക്കാത്ത, ഒരു പ്രത്യേക ലക്ഷ്യത്തെ അറിയിക്കാത്ത എന്തെങ്കിലും ഒന്ന് നമുക്ക് കാണാൻ പറ്റും? ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാറ്റിലും ഒരു പൂവെടുത്താൽ, ഒരു മരമെടുത്താൽ, ഒരു പഴമെടുത്താൽ എല്ലാറ്റിലുമുണ്ട് ഒരു ലക്ഷ്യം, ഒരു ഉദ്ദേശം, ഒരു ബുദ്ധി അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. നമ്മുടെ ഹൃദയത്തിൻ്റെ വാൽവ്, ഞാനെപ്പോഴും ഉദാഹരണം പറയാം, ഹൃദയത്തിൻ്റെ വാൽവ് ഒരു ഭാഗത്തേക്ക് മാത്രം തുറക്കണം. അതൊരു ബുദ്ധി ഇല്ലാതെ ഉണ്ടാവുമോ സഹോദരങ്ങളെ? ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ എല്ലാണ് തലയോട്ടി. ശ്മശാനങ്ങളുടെ പ്രതീകങ്ങളായി നമ്മൾ കാണാറുള്ളത് തലയോടുകളാണ്. അന്തേ കുറച്ച് കട്ടിയിൽ എന്തിനാണ് ഉണ്ടാക്കിയത്? കുറച്ച് ബലിഷ്ഠമായിട്ട് എന്തിനാണത് ഉണ്ടാക്കിയത്? ഏറ്റവും സംരക്ഷണം വേണ്ടത് അതിനാണ് സഹോദരങ്ങളെ. ഈ സന്ധികളെ കുറിച്ചും ചിന്തിച്ചു നോക്കും നിങ്ങൾ. നമ്മുടെ വിരലിൻ്റെയും കയ്യിൻ്റെയും ശരീരത്തിലൊക്കെ സന്ധികൾ അത്ഭുതങ്ങളല്ലേ? അത് അവിടെ പടച്ചോൻ ചോദിച്ചത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. ഹേ മനുഷ്യ, അത്യുദാഹരണനായ നിന്റെ നാഥനെ കൊള്ളെ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ്? അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, അവനാണ് നിന്നെ കൂട്ടി ഘടിപ്പിച്ചുണ്ടാക്കിയത്. ഈ തല മുതൽ കാലിന്റെ പെരുവിരൽ വരെയുള്ള ഭാഗങ്ങളെ യോജിപ്പിച്ചതും അതിൻ്റെ സംവിധാനങ്ങളും ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ സഞ്ചാരക്രമങ്ങളും ഒക്കെ ഒന്നാണ് പരിശോധിച്ചാൽ സഹോദരങ്ങളെ അത്ഭുതങ്ങളല്ലേ കാര്യം. നാം ചിന്തിച്ചാൽ അറ്റമില്ലാത്ത അത്ഭുതങ്ങളാണ്. പടച്ചോണ്ട് എന്ന് മനസ്സിലാക്കാൻ വേറൊന്നും നമുക്ക് ആവശ്യമില്ല സഹോദരങ്ങൾ.
അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വം ഉൾക്കൊണ്ട് നമുക്കിതൊന്നും വേണ്ട. നമ്മൾ വിശ്വാസികളാണ്. പടച്ചോന്റെ അസ്തിത്വം മനസ്സിലാക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ സഹോദരങ്ങളെ, ചില നിർണായക നിമിഷങ്ങളിൽ 2 കൈയും ആകാശത്തേക്ക് ഉയർത്തി പടച്ചോനോട് നമ്മൾ ചോദിച്ചത് പടച്ചോൻ നമ്മളെ കയ്യിൽ നിന്ന് തരുമ്പോൾ പടച്ചോണ്ടൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ പിന്നെ എന്തെങ്കിലും വല്ല പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട്. ശരിക്കതിങ്ങനെയാണ് കാണുക, ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഞാൻ അങ്ങനെ ചിന്തിക്കും, അയ്യൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ വന്നിട്ട് അതിലിങ്ങനെ കുളിച്ച് കുടിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ മനസ്സിലാകണില്ല എന്ന്, ആളെ മനസ്സിലാകണില്ല. ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ കടലിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് കരക്ക് ആ മത്സ്യം കൊടുന്ന് കരക്കാണയുമ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാമിന് ബോധ്യപ്പെടുന്നത് എന്താണ് സഹോദരങ്ങളെ? ആ ചരിത്രങ്ങളും സംഭവങ്ങളും വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ അസ്തിത്വം. ഇന്നു രാത്രി അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു സമയത്ത് ജീവിതത്തിൽ അനിവാര്യമായ ഒരു ആവശ്യത്തെ പടച്ചവനോട് 2 കൈയും നിവർത്തി അത് ഹൈറാണെങ്കിൽ എനിക്ക് തരണേ നാഥ, നീ എനിക്ക് തരും, ഇന്നക സമീഉ ദുആ എന്ന് പറഞ്ഞിട്ട് പടച്ചവനോടാണ് ചോദിച്ചിട്ട് നാളെ പ്രഭാതത്തിൽ അതിന് കിട്ടിയാൽ പിന്നെ പടച്ചോണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവും സഹോദരങ്ങളെ. അനുഭവങ്ങളിൽ ആയിരക്കണക്കിന് തവണ ബോധ്യപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വം നമുക്ക്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനെ സ്ഥാപിക്കാനും തെളിവുകൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് സഹോദരങ്ങളെ. സാധാരണഗതിയിൽ അള്ളാഹുവിൻ്റെ വിശ്വാസങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു പോകുന്ന ചില ഹെഡിങ്ങുകളെങ്കിലും നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ, അള്ളാഹു എവിടെ എന്നുള്ള ചോദ്യം. ഒരു പക്ഷേ നമ്മളെ ലഘുലേഖയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ ഇപ്പം എത്ര ഗൗരവത്തോടു കൂടെ നമ്മൾ പഠിക്കും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്ന് ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കാറും പറയാറുമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ജാരിയത്തിനെ, ഒരു പെൺകുട്ടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുപോകാം. അപ്പം അവരെ മോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടി വിശ്വാസിനിയാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടിയോട് ചോദിച്ച ചോദ്യം അയ്നല്ലാ, എവിടെ അല്ലാഹ്? അതായത് അള്ളാഹുവിൽ വിശ്വാസമുള്ള അഖീദ ശരിയായ ഒരാളിൽ വിശ്വാസം ശരിയായോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ പറ്റിയ ചോദ്യം അയ്നല്ലാ, അല്ലാഹ് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ആ പെൺകുട്ടി മറുപടി പറഞ്ഞു കാലത് ഫിസ് സമാ, ആകാശത്തിലാണെന്ന്. നബി ഉടനെ പറഞ്ഞ മറുപടി അവളെ മോചിപ്പിച്ചോളൂ എന്നാണ്. മുസ്ലിമിന്റെ ഹദീസാണ്. അവള് വിശ്വാസിനിയാണ്, അവളെ മോചിപ്പിച്ചോന്ന്. അപ്പൊ സഹോദരങ്ങളെ, നിസ്കരിക്കണി നോമ്പുൽക്കണൊക്കെ ആൾക്കാരെ നമ്മൾ അള്ളാഹു എവിടെയെന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയുന്നു ഇവിടുത്തെ അദ്വൈതവാദികൾ പറയുന്ന പോലെ എല്ലാറ്റിലും ഉണ്ട്. എല്ലാറ്റിലും, തൂണിലും തുരുമ്പിലും തിന്നുന്ന പത്തിരിയിലും എല്ലാ സാധനത്തിലും അള്ളാഹുവാണ്. എത്ര വികലമായ വിശ്വാസമാണ് സഹോദരങ്ങളെ. അത് മനസ്സിൽ വെച്ചെടുക്കുന്ന ആൾക്കാർ അള്ളാഹുവിനെ അറിയുന്നതിൽ അവർക്ക് സംഭവിച്ച അബദ്ധം എത്ര മാരകമാണെന്ന് ആലോചിച്ചു നിങ്ങൾ. എങ്ങനെ ഉണ്ടാവുക? എല്ലാറ്റിലും അള്ളാഹു ആരാണ് സഹോദരങ്ങളെ? ഖാലിഖാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് എങ്ങനെയാണ് അവന്റെ സൃഷ്ടികളിൽ ഉണ്ടാവുക? ആകെ 2 എണ്ണുള്ളൂ ഇവിടെ. ഒന്ന് സൃഷ്ടി, ഒന്ന് സൃഷ്ടാവ്. സൃഷ്ടിയുടെ ഭാഗമാകുന്നത് എങ്ങനെ സൃഷ്ടാവ്? ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവൻ ഈ സൃഷ്ടിയുടെ ഭാഗമാകുന്നത് എങ്ങനെ സഹോദരങ്ങളെ? ഒരിക്കലും ആകുന്നു. അതിന്റെ പോലെ ഞാനൊരു വസ്തു ഉണ്ടാക്കിയാൽ ഞാൻ അതിന്റെ ഭാഗമാകും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ എങ്ങനെയാണ് അതിന്റെ ഭാഗമാകുന്നത്? ഒരിക്കലും അതിന്റെ ഭാഗമാകുന്ന പ്രശ്നം. അവൻ ഖാലിഖ്, നമ്മളൊക്കെയും ബാക്കിയുള്ളതെല്ലാം മഖ്ലൂഖ്. അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനും നമുക്ക് പറയാൻ പറ്റിയ പേരാണെന്ത്? മഖ്ലൂഖ്, സൃഷ്ടികൾ എന്നാണ്. എത്ര അബദ്ധജടിതമായ വാദം! സൂഫികളെ, അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ പരിഹസിച്ച് പറയാറുണ്ട് പണ്ഡിതന്മാർ. ദൈവത്തെ തിന്നുന്നു എന്ന് പറയേണ്ടി വരും. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ദൈവമുണ്ടെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, എന്ത് വിഡ്ഢിത്തമാണത്! വേറെ ചില ആൾക്കാർ പറഞ്ഞ തരങ്ങൾ പടച്ചോൻ 6 വശങ്ങളിലുണ്ട്. ഏതാ 6 വശം? താഴെ, മേലെ, വലതുഭാഗത്ത്, ഇടതുഭാഗത്ത്, മുന്നിൽ, പിന്നിൽ. അങ്ങനെ ഉണ്ടാവുമോ സഹോദരങ്ങളെ? ഏതെങ്കിലും ഒരു സംഗതി അങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും? മുന്നിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പിന്നിലുണ്ടാവുക? ഇടതുഭാഗത്തുണ്ടെങ്കിൽ എങ്ങനെ വലതുഭാഗത്തുണ്ടാവുക? തികച്ചും അർത്ഥശൂന്യമായ വിഡ്ഢിത്തങ്ങൾ. സിത്ത് 4 വശങ്ങളിലാണ് എന്ന് പറഞ്ഞവരുണ്ട് സഹോദരങ്ങൾ. വേറെ ചില ആൾക്കാർ പറഞ്ഞ അള്ളാഹു ദൈവം ഹൃദയത്തിനുള്ളിലാണ്, മനസ്സിന്റെ ഉള്ളിലാണ് ദൈവം. ഈ പ്രപഞ്ചത്തിന് മുഴുവനും സൃഷ്ടികർത്താവായ അത്യുന്നതനായ പടച്ച തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിനുള്ളിലും
സഹോദരങ്ങളെ, എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ വാദങ്ങളാണ് ആളുകൾ ഉന്നയിക്കുന്നതെന്നാണ്. ഇതിന് കൃത്യമായ ഉത്തരം വിശുദ്ധ ഖുർആൻ. ഒന്നാമത്തത് ഫൗക്ക്, അവൻ ഉപരിയിലാണ്. ഉപരിയിലാണ് എന്ന് പറയുന്നതിന് ഇഷ്ടം പോലെ തെളിവുകളുണ്ട് സഹോദരങ്ങൾ. അതിലുപരി കൃത്യമായ ആൻസർ ആകാശത്തിലാണ്. ഹദീസിലും ഖുർആനിലും പ്രതിപാദിക്കപ്പെട്ട കാര്യമാണത്. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള് ഫഇദാ ഹിയ തമൂർ. അം അമിൻതും മൻ ഫിസ് സമാഇ, ആകാശത്തിലുള്ള ഒരുത്തനിൽ അവർ അതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? അമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള് ഫഇദാ ഹിയ തമൂർ. ഭൂമിയിൽ ആണ്ടുപോകുക, നിങ്ങൾക്ക് അപകടം വരുത്തുന്ന ആകാശത്തിലുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയനാണോ? ഹദീസിലുണ്ട് റബ്ബുനല്ലാഹുല്ലദീ ഫിസ്സമാ. രോഗത്തിന് മന്ത്രിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന മന്ത്രത്തിൽ പ്രാർത്ഥനയിലുണ്ട് റബ്ബുനല്ലാഹുല്ലദീ ഫിസ്സമാ, ആകാശത്തിലുള്ളവനായ അല്ലാഹു എന്ന് പറയുന്നു. അവിടെ മാത്രമല്ല സഹോദരങ്ങളെ, ഒരു ഹദീസിൽ വ്യക്തമായിട്ട് അല്ലാഹു പറയുന്നു വല്ലദീ നഫ്സി ബിയദിഹി മാ മിൻ റജുലിൻ യദൂ ഇംറഅതുഹു ഇലാ ഫിറാശിഹ. അല്ലാഹുവാണ് സത്യം, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ തന്റെ വിരിപ്പിലേക്ക് ക്ഷണിക്കുന്നു, അങ്ങനെ എന്നിട്ട് ആ ക്ഷണത്തെ അവൾ സ്വീകരിക്കാതിരുന്നാൽ ആകാശത്തിലുള്ളവൻ അവളോട് കോപിക്കുന്നതാണ്. സാഹിത്തൻ അലൈഹ, ആകാശത്തുള്ളവൻ അവളോട് കോപിക്കുന്നതാണ്. അപ്പൊ വളരെ കൃത്യമായിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്താണ് ആകാശത്തുള്ളവൻ എന്ന്. സഹോദരങ്ങളെ, അള്ളാഹു ഉപരിയിലാണെന്ന് സൂചിപ്പിക്കുന്ന ഇഷ്ടം പോലെ വചനങ്ങളുണ്ട്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അടിമകൾക്ക് മുകളിൽ അവനെ അടക്കി ഭരിക്കുന്നവനാണ്, അവരുടെ നിയന്ത്രണങ്ങൾ നടത്തുന്നവനാണ് അള്ളാഹു എന്ന് പറയുന്നുണ്ട്. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവർക്ക് ഉപരിയിലുള്ള അള്ളാഹുവിനെ അവർ ഭയപ്പെടുന്നതാണ്. പിന്നെ മാത്രമല്ല, പല ഖുർആന്റെ ആയത്തുകളുടെയും പ്രയോഗം അവനിലേക്ക് കയറിപ്പോകുന്നു, അവനിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇലൈഹി യസ്അദു അൽ കലിമു ത്വയ്യിബ്, നല്ല വാക്കുകൾ അവനിലേക്ക് ഉയർന്നു പോകുന്നു, കയറിപ്പോകുന്നു. വൽ അമലു സ്വാലിഹ് യർഫഉഹു, സൽപ്രവർത്തനങ്ങളെ നല്ല കർമ്മങ്ങളെ അല്ലാഹു ഉയർത്തുന്നു. തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി, മലക്കുകൾ അവനിലേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ അള്ളാഹു ഉപരിയിലാണെന്നുള്ള വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ തെറ്റായ വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നതോടുകൂടെ സഹോദരങ്ങളെ വിശ്വാസത്തിലുള്ള വ്യതിയാനങ്ങളാണ് നമുക്ക് സംഭവിക്കുക. അതുകൊണ്ട് ഏറ്റവും ലളിതമായ ഉത്തരം, നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടിയും ആ ഉത്തരം പറയണം. അയ്നല്ലാ എന്ന് ചോദിച്ചാൽ ഫിസ്സമാ, അള്ളാഹു ആകാശത്തിലാണ് എന്നുള്ള ലളിതമായ ഉത്തരം പറയുക, അത് വിശ്വാസത്തിന്റെയും ഒരു വിശ്വാസിയുടെയും അടിസ്ഥാനപരമായ ലക്ഷണമായി അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ അത് ഓരോന്നും വേർതിരിച്ച് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു 2 ആയത്തുകൾ ഖുർആൻ എന്നൊരു മുഖവുരയായിട്ട് പറയാം. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ള മാർഗം ഖുർആനും ഹദീസും മാത്രമാണ്. ഞാനും നിങ്ങളും ഇരുന്ന് ചിന്തിച്ചാലോ ഗവേഷണം നടത്തിയാലോ ഒന്നും അള്ളാഹുവിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ പറയുന്നതൊന്നും സത്യമാകുകയുമില്ല. അതുകൊണ്ട് വിശ്വസിക്കാൻ നമ്മളോട് എന്ത് പറഞ്ഞു അതങ്ങനെയാണ് വിശ്വസിക്കാം. യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറഞ്ഞ അതേപോലെ വിശ്വസിക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് മുഖവുരയാണ് ഞാൻ പറയുന്നത്. ഇന്നമാ ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ. ഇന്നമാ ഖൗലുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ വാക്ക്, ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും അവരെ ക്ഷണിച്ചാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി, അൻ യഖൂലു, അവർ പറയുക മാത്രമാണ് ചെയ്യുക, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. എന്ത് ഖുർആനിൽ പറഞ്ഞു, എന്ത് ഹദീസിൽ പറഞ്ഞു, ആ വിശ്വാസപരമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യാതെ മനപ്രയാസമില്ലാതെ അംഗീകരിക്കുന്നവരാണ് അവരാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. വമൻ യുതിഇല്ലാഹ വറസൂല വയഖ്ശല്ലാഹ വയത്തഖി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. അല്ലാഹുവിനെയും റസൂലിനെയും ആരനുസരിക്കുന്നുവോ, ആരല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാകുന്നു വിജയിച്ചവർ.
അത് എന്താണോ ഖുർആനിലും ഹദീസിലും പറഞ്ഞത് അത് അതേപോലെ നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് സഹോദരങ്ങളെ. അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം എന്ന കാര്യത്തിൽ ആ വിശ്വാസത്തിന്റെ മർമ്മപ്രധാനമാണ് തൗഹീദ്. ആ തൗഹീദിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും വ്യതിചലനങ്ങൾ സംഭവിച്ചാൽ അതാണ് വിശ്വാസത്തിലെ ഏറ്റവും വലിയ വ്യതിചലനം. അവിടെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളെ മുഴുവനും പണ്ഡിതന്മാർ തൗഹീദിന്റെ 3 ഇനങ്ങളിൽ ഉൾപ്പെടുത്തി. ചില ആളുകൾ പരിഹസിച്ച് പറയാറുണ്ട്, തൗഹീദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാക്കലാണ്, പിന്നെ ഇതിനെ 3 എണ്ണാക്കിയതാണ്. വിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളിൽ നിന്നും ഹദീസിന്റെ പ്രയോഗങ്ങളിൽ നിന്നും തന്നെ പണ്ഡിതന്മാരെടുത്ത കാര്യങ്ങളാണ് സഹോദരങ്ങളെ. അതിലെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഏറ്റവും ആ 3 വിശ്വാസങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള വിശ്വാസം, മറ്റൊന്ന് അള്ളാഹുവിന്റെ റുബൂബിയത്ത്, അള്ളാഹു റബ്ബാണെന്നുള്ള വിശ്വാസം, അതേപോലെ തന്നെ ഉലൂഹിയത്ത്, ഇബാദത്തിൽ ആരാധനയിൽ അള്ളാഹു മാത്രമേ അർഹനുള്ളൂ എന്നുള്ള വിശ്വാസം. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, അള്ളാഹുവിന്റെ റുബൂബിയത്തിന് അള്ളാഹ് മാത്രമാണ് റബ്ബ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, മഴയിറക്കുന്നവൻ, വെള്ളം തരുന്നവൻ, ഭക്ഷണം തരുന്നവനൊക്കെ അള്ളയാണെന്ന് 100% ഒരാൾ വിശ്വസിച്ചു എന്ന് വിചാരിക്കാം. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പൂർണ്ണമായ ഒരാൾ അംഗീകരിച്ചു, വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ സഹോദരങ്ങളെ, 3ാമത്തെ തൗഹീദുൽ ഉലൂഹിയത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്താൽ അതോടുകൂടെ തീർന്നു. ആരാധന എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ വശങ്ങളുണ്ടോ അത് അള്ളാഹുവിന് മാത്രമേ നൽകാൻ പറ്റുള്ളൂ. എൻ്റെ റബ്ബേ എന്ന് ഹൃദയത്തിൽ നമ്മൾ വിളിക്കുന്ന പ്രാർത്ഥന, അതാണ് സഹോദരങ്ങളെ ആരാധനയുടെ മർമ്മം. പ്രാർത്ഥന മറ്റുള്ളവർക്ക് നൽകിയാൽ ഏറ്റവും വലിയ ശിർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇലാഹ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ മാത്രമേ കാണാൻ പറ്റൂ. വളരെ ലളിതമായി മനോഹരമായി ഇലാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അതിന് തെളിവാണ്. നമുക്ക് ആർക്കും ഇലാഹിന്റെ അർത്ഥം ലളിത മനോഹരമായി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ഹദീസാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ വിഷയത്തിന്റെ പൂർണ്ണതക്ക് അത് പറഞ്ഞേ പറ്റൂ. നബിയും സഹാബത്തും പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെയും കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ആ സമയത്താണ് തൊട്ടപ്പുറത്ത് ഷിർക്കിന്റെ ആളുകളായ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ, ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണുന്നത്. അവരെന്താണ്, അവരുടെ വാളുകളെ, യുദ്ധത്തിലുള്ള വാളുകളെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി അവരൊരു മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. ആ മരത്തിനാണ് ദാത്തു അൻവാത്ത്, കുളത്തുമരം എന്ന് പേര്. അത് ആ മരം ഒരു ബർക്കത്തിന്റെ മരമാണ്. നമ്മുടെ നാട്ടിൽ ബർക്കത്തിന് വേണ്ടി കബറുകളുള്ള പോലെ, മരങ്ങളുള്ള പോലെ, പല സാധനങ്ങളുള്ള പോലെ അന്ന് അവർക്കുള്ളതാണ് ഒരു മരം, ഒരു ബർക്കത്തുള്ള ഒരു വിശിഷ്ട മരം. അപ്പൊ അതും അവരിങ്ങനെ വാള് തൂക്കിയിട്ടത് കണ്ടപ്പോൾ വിശ്വാസത്തിന്റെയും തൗഹീദിന്റെയും പൂർണ്ണത എത്താത്ത ചില ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ചോദിച്ചു, ഇജ് അല്ലനാ ദാത്തു അൻവാത്ത്, ഞങ്ങൾക്കൊരു കുളത്തുമരം ഇവർക്കുള്ളത് പോലെ, കമാലവും അവർക്കുള്ളത് പോലെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി മാത്രം മതി സഹോദരങ്ങളെ ഇലാഹിന്റെ അർത്ഥം മനസ്സിലാവാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ മൂസാ നബി അലൈഹിസ്സലാമിനോട് അനുയായികൾ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ഇജ് അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, ഇജ് അല്ലനാ ഇലാഹൻ, ഞങ്ങൾക്കൊരു ഇലാഹിനെ തരണം, കമാലഹും ആലിഹ, അവർക്കൊരു ഇലാഹുള്ള പോലെ. നോക്കൂ നിങ്ങൾ, ബർക്കത്ത് കിട്ടാൻ ഒരു ഖബർ ഒരാൾക്കുണ്ടെങ്കിൽ അത് അയാളുടെ ഇലാഹാണ്. ബർക്കത്ത് കിട്ടാൻ കയ്യും ഒരു മോതിരുണ്ടെങ്കിൽ ആ മോതിരം അയാളുടെ ഇലാഹാണ് സഹോദരങ്ങളെ. ബർക്കത്ത് കിട്ടാൻ ഒരു കിണറുണ്ടെന്ന് വിചാരിക്കുക, ഇത്ത വെള്ളം കുടിച്ചാൽ ബർക്കത്ത് കിട്ടും എന്ന് വിചാരിച്ചാൽ അത് ഇലാഹാണ്. അള്ളാഹു അല്ലാത്ത ആരിൽ നിന്നും നമുക്ക് ലഭിക്കും എന്ന് വിചാരിക്കുന്ന അഭൗതികമായ സഹായങ്ങൾ നമ്മൾ ആരെപ്പറ്റി വിചാരിച്ചാലും ഇലാഹാണ്. ചില ആൾക്കാർ തെറ്റായി വിശ്വസിക്കാറുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇലാഹാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഇലാഹാകാണ്, ഇലാഹാവെന്ന് വിചാരിക്കുമ്പോഴല്ല സഹോദരങ്ങളെ. പിന്നെ വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, പിന്നെ നിങ്ങൾക്ക് ഇലാഹുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ അതിന് നീക്കിത്തരാൻ പറ്റുന്ന പിന്നെ ഇലാഹ് നിങ്ങൾക്കുണ്ടോ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അത് നീക്കിത്തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളും എന്താണ് ഇലാഹ് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അപ്പോൾ അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്ത് കാര്യം എന്തിന്റെ പേര് സമർപ്പിച്ചാലും ഇലാഹാവും. അതുകൊണ്ട് നേർച്ച അവനെ പറ്റുള്ളൂ, പ്രാർത്ഥന അവനെ പറ്റുള്ളൂ, അവന്റെ പേരിൽ സത്യം ചെയ്യാൻ പറ്റുള്ളൂ, അവനെ മാത്രമേ ഭയപ്പെടാൻ പറ്റുള്ളൂ. എല്ലാ അർത്ഥത്തിലും ആ ഉലൂഹിയത്ത് അവന് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്കറിയാം. അതേപോലെ തന്നെ റബ്ബ്, അള്ളാഹുവാണ് റബ്ബ് എന്നുള്ള റുബൂബിയത്തിന്റെ വിശ്വാസം, അതും പ്രധാനമാണ്. കുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ഷൈഇ, അല്ലാഹു അല്ലാത്ത ഒരാളെ ഞാൻ റബ്ബായി പ്രതീക്ഷിക്കുകയോ,
അവൻ എല്ലാറ്റിൻ്റെയും രക്ഷിതാവാകുന്നു. പടച്ചോനാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവ്. അൽ ഖൽഖു വൽ അംർ, സൃഷ്ടിപ്പും എല്ലാ കാര്യങ്ങളുടെ നിയന്ത്രണവും അല്ലാഹുവിനാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون. يدبر الأمر من السماء إلى الأرض, ആകാശത്ത് നിന്നും ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ് അവൻ. എല്ലാ നിയന്ത്രണങ്ങളും, സൃഷ്ടി സ്ഥിതി സംഹാരം, എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അള്ളാഹുവാണെന്നുള്ള വിശ്വാസം. അതാണ് സഹോദരങ്ങളെ റുബൂബിയത്തുള്ള വിശ്വാസം. മുദബ്ബിർ അള്ളാഹുവാണ്, ഖാലിഖ് അള്ളാഹുവാണെന്ന്. ഇതൊക്കെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയത് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ പഠിക്കേണ്ടതും പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ വരാത്ത വിഷയമാണെന്ത്? അസ്മാ വസിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ചുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ. അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞു തന്ന നാമങ്ങളെയും വിശേഷണങ്ങളെയും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നതാണ് മിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅ്തീലിൻ വലാ തക്യീഫിൻ വലാ തംതീലിൻ. അതിലൊരു മാറ്റവും വരുത്താതെ, അതിനെ നിഷേധിക്കാതെ, അതിനൊരു രൂപമോ ഭാവമോ സങ്കല്പിക്കാതെ, പൂർണ്ണമായതിൻ്റെ അതെങ്ങനെയാണെന്ന് ചോദിക്കാതെ അത് അതേപോലെ അംഗീകരിക്കാം. അലൽ അർശിസ്തവ, അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഇസ്തിവ ആയി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അതിനൊരു രൂപവും നമ്മൾ മനസ്സിലാക്കാനോ വിചാരിക്കാനോ സങ്കല്പിക്കാനോ പറ്റൂല. അള്ളാഹു പറഞ്ഞു തന്ന പോലെ ആ കാര്യങ്ങളെ അതുപോലെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ വിശേഷണങ്ങളെയും ഈ നാമങ്ങളെയും നിഷേധിക്കുന്നവരുണ്ട്, അതിൽ വ്യതിയാനം സംഭവിച്ചവരുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം മുശ്രിക്കീങ്ങൾ അർ റഹ്മാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹുദൈബിയ സന്ധിയുടെ കരാറുകൾ എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതിയപ്പോൾ അള്ളാഹു അർ റഹ്മാനാണെന്ന് സമ്മതിച്ചാൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? പരമകാരുണ്യകൻ അള്ളാഹു ആണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ എന്തിന് ദേവന്മാർ, ദേവിമാർ, പിന്നെ എന്തിന് ഇടയാളന്മാർ, മധ്യസ്ഥന്മാർ? എല്ലാ കാരുണ്യവും പടച്ചോ തരുമെങ്കിൽ പിന്നെ വേറെ ആൾക്കാർക്ക് പ്രസക്തി ഇല്ലല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ ദൈവങ്ങൾക്ക് എന്താ പ്രസക്തി? അവർക്ക് മനസ്സിലായിരുന്നു വേറൊരു കാരുണ്യത്തിനോ ഒരു വഴിയായി വേറൊരാളും ഇല്ലെങ്കിൽ പടച്ചോൻ എല്ലാ കാരുണ്യം നമുക്ക് തരുമെങ്കിൽ പിന്നെ ഇതിനാ വേറൊരാള്. അതുകൊണ്ട് അർ റഹ്മാനാണ് അള്ളാഹു നമ്മൾ അംഗീകരിക്കുന്നത്. അത് മായിച്ചിട്ടാണ് കരാറിൽ ഒപ്പിടാൻ അവർ സമ്മതിച്ചതെന്നാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അള്ളാഹു വിളിക്കാത്ത പേരുകൾ, അള്ളാഹു നിശ്ചയിക്കാത്ത പേര് നമുക്ക് ഇടാൻ പറ്റൂല. ഇപ്പോ ക്രിസ്ത്യാനികൾ സാധാരണ അബ്, പിതാവ് എന്ന് വിളിക്കും. അള്ളാഹു അങ്ങനെ ഒരു പേര് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹു നിശ്ചയിക്കാത്ത പേര് അള്ളാഹുവിനെ വിളിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന്റെ പേരുകൾ മുഴുവനും തൗഖീഫിയത്താണ്. അള്ളാഹ് നിശ്ചയിച്ച പേരും അള്ളാഹ് വിളിച്ച പേരും അത് വേറൊരാൾക്ക് പേരിടാനോ തീരുമാനിക്കാനോ അവകാശമില്ല. അള്ളാഹു പറഞ്ഞോർത്ത് നിൽക്കണം എന്നാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ഏതെങ്കിലും നാമങ്ങളോ വിശേഷണങ്ങൾക്കോ തുല്യമായി മറ്റൊരാളുണ്ട് എന്ന് വിചാരിക്കാൻ പറ്റില്ല. പലപ്പോഴും മഹാന്മാരെയും മഹത്തുക്കളെയും മദ്ഹ് ചെയ്യുന്ന കീർത്തനങ്ങളും ഗാനങ്ങളും ചൊല്ലുമ്പോൾ നമ്മൾ അതിനെ എതിർത്ത് പറയുമ്പോൾ പറയാറുണ്ട്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയും ഗുണങ്ങളെയും ആ മഹത്തുക്കൾക്കും മഹാന്മാർക്കും ചാർത്തിക്കൊടുക്കും. അവർ ജീവിപ്പിക്കുന്നവരാണ്, മരിപ്പിക്കുന്നവരാണ്, അതേപോലെ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവരാണ്. അള്ളാഹുവിന്റെ എത്രയോ നാമഗുണ വിശേഷണങ്ങളെ അവർക്ക് ചേർത്തി കൊടുക്കുന്ന സന്ദർഭങ്ങളും വരികളും പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് കേൾക്കാറുണ്ട്. ലൈസ കമിത്ലിഹി ശൈഅ വഹുവസ് സമീഉൽ അലീം. ലൈസ കമിത്ലിഹി ശൈഉൻ, അവനെപ്പോലെ ഒന്നുമില്ല. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഇമാം ബുഖാരിന്റെ ഷെയ്ഖായിട്ടുള്ള ഹമ്മാദുൽ ഖുസായി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ ഈ വിഷയത്തിൽ പറഞ്ഞൊരു വാചകം വളരെ പ്രസക്തമാണ് സഹോദരൻ. ഇത് മാത്രം മതി. മൻ തശബ്ബഹ അല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫറ. ഗൗരവം മനസ്സിലായെങ്കിൽ അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ആരെങ്കിലും സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. അള്ളാഹുവിനെ മറ്റേ എന്തിനോടെങ്കിലും സാദൃശ്യപ്പെടുത്തിയാൽ വമൻ ജഹദ മാ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫഖദ് കഫറ. അള്ളാഹു സ്വന്തമായി നിശ്ചയിച്ച ഏതെങ്കിലും വിശേഷണങ്ങളെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ സത്യനിഷേധിയായിരുന്നു. അള്ളാഹു അവന് നിശ്ചയിച്ച നാമങ്ങളെ, അള്ളാഹു അവന് നിശ്ചയിച്ച ഗുണങ്ങളെ അതുപോലെ തന്നെ വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അർത്ഥം അള്ളാഹു ഉപയോഗിച്ച പദങ്ങളുടെ ആശയങ്ങളിൽ, ഭാഷാപരമായ ആശയങ്ങളിൽ അനുവദിക്കപ്പെട്ട
പരാമർശങ്ങളോ വിശദീകരണങ്ങളോ അല്ലാത്ത വിശദീകരണങ്ങളിലേക്ക് പോകുന്നത് തീർച്ചയായും അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അള്ളാഹുവിന് കൈയുണ്ട്, യഥാഹു മബ്സൂതത്താൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ കൈ എന്താണെന്നാണോ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നത്, അതാ വിശദീകരിച്ചത് പോലെ മനസ്സിലാക്കാനേ നമുക്ക് പറ്റൂ. ആ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒരു വ്യാഖ്യാനത്തിന് ചില ആൾക്കാർ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ആകാശഭൂമികളാണെന്ന് വിശദീകരിച്ച ആൾക്കാരുണ്ട്. അതങ്ങനെയല്ല. അള്ളാഹുവിന് എതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതെന്താണോ പറഞ്ഞു തന്നത് അങ്ങനെ മനസ്സിലാക്കുക. വേറെ എന്തിനോടെങ്കിലും സാദൃശ്യപ്പെടുത്തി മനസ്സിലാക്കാൻ നമുക്ക് പാടില്ല. സഹോദരങ്ങളെ, ഈ നാമഗുണ വിശേഷണങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊണ്ട് വിശ്വാസ വ്യതിയാനങ്ങൾ സംഭവിക്കില്ലെന്ന് മാത്രമല്ല, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് അതിവിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. ഫദ്ഉ